ഇന്ന് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ചുരിദാറിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ 3 പേരെ വെച്ച് ഓരോ മാസവും സെലക്ട് ചെയ്യും. അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരും. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയക്കുന്നുണ്ട്. അവരുടെ പാക്ക് ചെയ്ത അവരുടെ ഫോട്ടോയൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അവരുടെ ഫോട്ടോയല്ല, ഗിഫ്റ്റ് അയക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. യൂട്യൂബിലെ നമ്മുടെ 3 വിന്നേഴ്സിന് ഈ വീഡിയോ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ സാരി വെച്ചായിരിക്കും ഓരോ വിന്നറിനും കിട്ടുക. ഫസ്റ്റ് വിന്നർ പ്രൊഫൈൽ നെയിം കാണിച്ചു തരാം. അപ്പോൾ ഇതാരാണോ വിന്നർ അവർ നമുക്ക് ഇതയക്കുക, വാട്സാപ്പ് മെസ്സേജ് അയക്കുക അവരുടെ അഡ്രസ്സോടെ. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിലേക്ക് സാരീസ് അയച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് വിന്നർ അവരുടെ പ്രൊഫൈൽ നെയിം ഗിഫ്റ്റി എന്നാണ് പ്രൊഫൈൽ നെയിം വരുന്നത് ഫസ്റ്റ് വിന്നറിൻ്റെ. സെക്കൻഡ് വിന്നറിൻ്റെ പ്രൊഫൈൽ നെയിം ശ്രീലത സെക്കൻഡ് വിന്നർ. തേർഡ് വിന്നർ മെരിയ ജേക്കബ്, തേർഡ് വിന്നർ. ഓരോ മാസവും നമുക്കിതേപോലെ ഗിവ് അവേ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗിവ് അവേയിൽ ജയിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. മെയിനായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഒറ്റ കാര്യമല്ല, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലാവുമ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ എല്ലാ റെഗുലർ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ 3 സാരീസാണ് ഇപ്രാവശ്യം നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്ന ഒരു പീകോക്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു അതായത് ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ. അതിൻ്റെ യോക്കിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. 950 ആണ് റേഞ്ച് വരുന്നത്. സെയിം ടോണിൽ വരുന്ന സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇതേപോലെയാണ് ദുപ്പട്ട വരുന്നത്. വിചിത്ര സിൽക്കിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഓൾ ഓവർ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. 950 റേഞ്ചിൽ വരുന്ന സെറ്റ്സ്. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ചെറുപയർ പച്ച, ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. ചെറുപയർ പച്ചയല്ല, ഒരു ഒലിവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ഇതേ 950. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ആട്ടോ. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. റെഗുലർ വെയറിനൊക്കെ നല്ല സെറ്റുകളാണ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു വൈൻ മെറൂൺ ഷെയ്ഡ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. അടുത്ത് വരുന്നത് നമുക്ക് കോട്ട മെറ്റീരിയലിൽ ഓൾ ഓവർ ദ ബോഡി എംബ്രോയ്ഡറി വർക്ക്. 890 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാട്ടോ. ഈ 890ക്ക് ഇത് വിത്ത് ലൈനിങ്ങോട് ഭയങ്കര അടിപൊളി സംഭവം കേട്ടോ. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലുമാണ്, കോട്ട മെറ്റീരിയലാണ്. അപ്പോൾ നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് റെഗുലർ വെയറിനൊക്കെ നല്ല സെറ്റാണ്. ഒരു റെഡിഷ് മെറൂൺ ആ ഒരു ടോണാണിത്. ഇതാണ് പ്ലെയിൻ ഷിഫോണിൽ വരുന്ന ദുപ്പട്ട. 890. എൻ്റെയൊക്കെ സാരി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്, നല്ല മെറ്റീരിയലാണ്. ഇത് ആ റേറ്റിന് നല്ല അടിപൊളിയാണ്. അത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. 890. ശരിക്കും ഇതെങ്ങനെ മുതലാവുമെന്ന് തന്നെ നമുക്ക് തോന്നും. ഇതേ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാട്ടോ ഇതൊക്കെ. അടുത്ത് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ബ്ലാക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ദുപ്പട്ട നമുക്ക് പ്ലെയിൻ 890 റേഞ്ചിൽ നമുക്ക് ഇതിൽ കൂടുതൽ കിട്ടില്ലല്ലോ. അത്രയും നല്ല ഇതിൻ്റെ ഈ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയായി മെറ്റീരിയൽ. അടുത്ത് വരുന്നതും കോട്ട മെറ്റീരിയലിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ എംബ്രോയ്ഡറി. ഇത് 1190. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണാട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ നല്ലൊരു ടോൺ. ഇതിനകത്ത് ലൈനിങ് ഇല്ല കേട്ടോ. സെയിം ടോണിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ്. ദുപ്പട്ട ഫുൾ കിട്ടുന്ന രീതിയിൽ എടുക്കണേ. അങ്ങോട്ട് നിൽക്കുമ്പോഴേ ദുപ്പട്ട ഫുൾ കിട്ടുന്ന രീതിയിൽ. ദുപ്പട്ടയുടെ ആണെങ്കിലും വൺ സൈഡ് ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. ദുപ്പട്ടയും കോട്ട സിൽക്ക് മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ.
അടുത്തത് വരുന്നത് ഇതൊക്കെ കണ്ടോ, നല്ലൊരു റെയർ ഷെയ്ഡാണ് ഇതൊക്കെ. ഒരു ബ്ലൂ, അല്പം ഒരു സ്ലൈറ്റ്ലി ഒരു ഗ്രേ ബ്ലെൻഡ് ചെയ്ത പോലെ വന്നിരിക്കുന്ന ഒരു ബ്ലൂ, അതായത് ഒരു സ്കൈ ബ്ലൂവും ഗ്രേയും കൂടെ ഒക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് 1190. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതൊക്കെ വാഷ് ചെയ്ത് നമുക്ക് റെഗുലർ വെയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റുകളാണ് കേട്ടോ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ഡസ്റ്റി പീച്ച് ടോൺ. എല്ലാം കളേഴ്സും നല്ലതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഡസ്റ്റി പീച്ചിലും ഇതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കാണ് വരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡി. അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഇതേപോലെയാണ് ദുപ്പട്ട വരുന്നത്. ഡസ്റ്റി പീച്ച് ഇച്ചിരി ലോങ്ങിൽ നിന്ന് എടുക്കുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ കറക്റ്റ് കളർ. ആ ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരുവേ. അടുത്ത് വരുന്ന ജോർജറ്റിൽ വരുന്ന സെറ്റാട്ടോ. ജോർജറ്റിൽ വരുന്ന സെറ്റ് ഇതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. 950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ബേജ് ടോൺ ആട്ടോ, നമ്മളൊരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ യോക്കിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരും. ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. 950. അടുത്തത് വരുന്നത് നമുക്ക് ജോർജറ്റിൽ വരുന്ന സെറ്റ്. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള സെറ്റാണ്. 950. സെയിം അതിൻ്റെ തന്നെ കളർ ചേഞ്ച്, നേവി ബ്ലൂ. ഇതെങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയും ഇതേപോലെ ഉണ്ടോ, ഇതേപോലെയാണ് വർക്ക് വരുന്നത്. ജോർജറ്റ് സെറ്റുകളാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയറിനൊക്കെ നല്ല സെറ്റുകളാണ്. ജോർജറ്റാണേലും വാഷ് ചെയ്തൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കുകയും ചെയ്യാം. അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. അടുത്തത് വരുന്നതും ജോർജറ്റിൽ തന്നെ വരുന്ന സെറ്റ്. ഇതിൻ്റെയൊക്കെ കളർ നോക്കിയാൽ നല്ല അടിപൊളി ഷെയ്ഡ്. 1580 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു ഇതാണ് യോക്കിൽ എംബ്രോയിഡറി ഇങ്ങനെ വരും. ദുപ്പട്ട കണ്ടോ, ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ട. നല്ലൊരു ബ്രാസോ ദുപ്പട്ട, നല്ല സൂപ്പർ ക്യൂട്ട് കോമ്പിനേഷനും കളറും വിത്ത് ലൈനിങ്ങോട് കൂടി. 1580. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഗ്രീനിഷ് ടോൺ. ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് കേട്ടോ, നല്ല റെയർ ഷെയ്ഡ്സ്. ദുപ്പട്ട നല്ലൊരു ബ്രാസോ ദുപ്പട്ടയാട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ജോർജറ്റാണ് ടോപ്പ് വരുന്നത്. ലൈനിങ് ആൻഡ് ബോട്ടം അറ്റാച്ച്ഡ്. 1580. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബേജ് ടോൺ. ബേജ് ദുപ്പട്ട, ബേജ് മെറൂണും കൂടെയൊക്കെ ചേർന്ന ദുപ്പട്ട, ബോട്ടം ആൻഡ് ലൈനിങ്. 1580. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.